അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചോക്ലേറ്റ് കേക്ക് നോക്കിയാലോ. നല്ല എളുപ്പമാണ്. പിന്നെ അതാ ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും നമുക്ക്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാര മൊത്തം മെൽറ്റ് ആവണ വരെ അങ്ങനെ അടിച്ചെടുക്കുക. പിന്നെ അതിനുശേഷം എന്താ നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, പിന്നെ അതാ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ തന്നെ കോഫി പൗഡർ, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇനി നമ്മൾ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ പാലും കൂടി ആഡ് ചെയ്യണം. പാല് 1/4 കപ്പ് പാലാണ് കേട്ടോ. 1/4 കപ്പ് പാല് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തിട്ട് വരിക. നന്നായിട്ട് അടിക്കേണ്ട, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ നമ്മുടെ വിനെഗർ ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പാത്രം, നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ, തട്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. പിന്നെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. പാത്രത്തിൻ്റെ എയർ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മേലെ വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ കേക്ക് കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് കേക്ക്, അതിപ്പോൾ തന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.